നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. പ്രത്യേക പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും ഒരുക്കി മാർത്തോമ സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നു. സകലത്തിന്റെയും ഉടയനായിട്ടുള്ള ദൈവം സ്വർഗോന്നതി വിട്ട് താഴെ ഭൂമിയിൽ ഒരു ശിശുവായി ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന സംഭവമാണ് ക്രിസ്മസിലൂടെ നാം എല്ലാവരും ആഘോഷിക്കുന്നത്. ദൈവ ഇഷ്ടം നിറവേറ്റപ്പെടുന്നവരും ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനത്തിനുമായി പ്രവർത്തിക്കുന്നവരുമാകണമെന്ന് മെത്രാപ്പൊലീത്ത ആഹ്വാനം ചെയ്തു. ക്രിസ്മസ് ദിനത്തിൽ ന്യൂയോർക്ക് ലോങ് ഐലൻഡ് മാർത്തോമ പള്ളിയിൽ മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. In the life of Mary, she had her own aspirations. She had her own planning about her life, but God intervened and spoke to her through Gabriel. ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത ഇരുവള്ളിപ്ര ക്രിസ്തോസ് മാർത്തോമ പള്ളിയിലും ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത റാന്നി വെച്ചുച്ചിറ സെന്റ് ജോൺസ് പള്ളിയിലും വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. നാം താലോലിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച്, സഭയെക്കുറിച്ച് എന്തും. എന്നാൽ തമ്പുരാനെ, അതല്ല, നീ എന്താഗ്രഹിക്കുന്നു അതാണ് എൻ്റെ ആഗ്രഹം. സെന്റ് തോമസ് ദിനമായ ഡിസംബർ 21 മാർത്തോമ സഭാ ദിനമായി വേർതിരിച്ച് ആചരിച്ചു. സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ഒരുക്കി. ക്രിസ്തുവിനോട് കൂടി മരിക്കുവാൻ തയ്യാറാവുന്ന ശിഷ്യത്വം എന്നതായിരുന്നു ചിന്താവിഷയം. നോർത്ത് അമേരിക്കയിലെ ലോങ് ഐലൻഡ് ഷാലെ മാർത്തോമ പള്ളിയിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചു. മാർത്തോമ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളണമെന്നും മെത്രാപ്പോലീത്ത വിശുദ്ധ കുർബാന മധ്യയുള്ള വചന ശുശ്രൂഷയിൽ പറഞ്ഞു. എന്നെ കേൾക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, ഇന്ന് സഭാദിനമായിട്ട് വേർതിരിച്ചിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പറയുവാനായിട്ടിടയാവേണ്ടത്, ഞാനൊരു മാർത്തോമാക്കാരനായിരിക്കുന്നതിൽ, ഞാനൊരു സഭാംഗമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്നതാണ്. I am proud that I am a son and a daughter of this Marthoma Church. നമ്മളും മക്കളും കൊച്ചുമക്കളും ഈ അഭിമാനം നെഞ്ചേറ്റണം. തോമസ് അപ്പോസ്തോലൻ മരണത്തെ ഭയപ്പെട്ടിട്ടില്ല. ദൈവത്തിനായി ഏറെ കഷ്ടം അനുഭവിച്ചു. ബഹിഷ്കൃതരുടെ പക്ഷം ചേരുകയാണ് ആവശ്യമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. മാർത്തോമ ശ്ലീഹയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്ന് റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സഭാദിനത്തിൽ നിരണം ജെറുസലേം മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ച സെന്റ് തോമസ് ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പൊലീത്ത. ലോകത്തിൽ മാർത്തോമ ശ്ലീഹയുടെ പേരിൽ അറിയപ്പെടുന്ന ഏക സഭ നമ്മുടേതാണ്. അഭിമാനം ഉണ്ടാവണം, സന്തോഷമുണ്ടാകണം, തമ്പുരാന് സ്തുതി പറയണം. ഒന്നുമില്ലായ്മയെന്ന് ഇതിനെ ഇന്നത്തോളം പിടിച്ചു. വിശ്വാസം നഷ്ടപ്പെടുന്ന ഇക്കാലത്ത് തോമസ് അപ്പോസ്തോലന്റെ ജീവിതം മാതൃകയാക്കണം. സഭ ഏകമാണ് എന്ന ബോധ്യത്തിൽ സഭയുടെ പുതുക്കത്തിനും ഐക്യത്തിലുള്ള മുന്നേറ്റത്തിനും സാധിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യു സെ മാത്യു അധ്യക്ഷത വഹിച്ചു. മാർത്തോമ പൈതൃകവും സുവിശേഷ ദൗത്യവും എന്ന വിഷയത്തിൽ MG സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഞാനും നിങ്ങളും സെന്റ് തോമസിൽ വിശ്വസിക്കുന്നത് because we believe that St. Thomas is the route for us to reach the Lord. ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, കൺവീനർ ജിജി ഇടുക്കുള ജോർജ്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളായ ലിനോജ് ചാക്കോ, റവറൻ KM ജോൺസൺ, ജോളി ഈപ്പൻ, ജോയൽ തോമസ്, സഭാ കൗൺസിൽ അംഗം തോമസ് മാത്യു, ഇടവക വികാരി റവറൻ MS ഡാനിയൽ, റവറൻ ഡോക്ടർ സണ്ണി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സീനിയർ വികാരി ജനറലായി വെരി റവറൻ മാത്യു ജോൺ ശുശ്രൂഷയിൽ പ്രവേശിച്ചു. സഭാ സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ സീനിയർ വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു, സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, സുവിശേഷ പ്രസംഗ സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ, സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറന്റ് സജേഷ് മാത്യു, മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറന്റ് KE ഗീവർഗീസ് എന്നിവർ പങ്കെടുത്തു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ കുട്ടമ്പുഴ ഉരുളൻതന്നി മാർത്തോമ ഇടവക അംഗം എൽദോസ് വർഗീസിന്റെ മാതാപിതാക്കളെ റാന്നി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഭവനത്തിലെത്തി ആശ്വസിപ്പിക്കുകയും സഭയുടെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. മാർത്തോമ സഭ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ടും ഒപ്പമുണ്ടായിരുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ ഭവനത്തിൽ എത്തിച്ചേർന്നിരുന്നു.
കുടുംബത്തിന് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട എല്ലാ പിന്തുണയും ആനുകൂല്യങ്ങളും എത്രയും വേഗം ലഭ്യമാക്കണമെന്നും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകണമെന്നും സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാധ്യമായ എല്ലാ നടപടികളും താമസിയാതെ പൂർത്തിയാക്കുമെന്ന് MLA ഉറപ്പ് നൽകി. സഫ്രഗൻ മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറന്റ് അരുൺ തോമസ്, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇടവക അംഗങ്ങൾ, ഈ മേഖലയിലെ പട്ടക്കാർ, സുവിശേഷകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഒരു അപൂർവ ക്രിസ്മസ് ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റ്. മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ മാനസിക വെല്ലുവിളികളുള്ള കുട്ടികളുടെ പഠനത്തിനും പുനരധിവാസത്തിനുമായി തെള്ളിയൂരിൽ പ്രവർത്തിക്കുന്ന MCRD നവജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളും പ്രവർത്തകരും ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിലെത്തി കളക്ടറുമായി ക്രിസ്മസ് സന്തോഷം പങ്കുവച്ചു. കളക്ടർ പ്രേം കൃഷ്ണൻ കുട്ടികളെ സ്വീകരിച്ച് അവർക്കൊപ്പം ആടിയും പാടിയും സമയം ചിലവിട്ടു. ഔദ്യോഗിക വസതിയുടെ പൂമുഖത്ത് കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്തും കുശലം പറഞ്ഞും വേറിട്ടൊരു ക്രിസ്മസ് ആഘോഷത്തിന് കളക്ടർ ആതിഥ്യം അരുളി. ശബരിമലയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പോയി മടങ്ങി വന്ന അദ്ദേഹം കുട്ടികൾക്കായി പലഹാരങ്ങളും കരുതിയിരുന്നു. കുട്ടികൾ നൽകിയ ക്രിസ്മസ് കേക്ക് കളക്ടർ മുറിച്ച് സമീപവാസികളായ കുട്ടികൾക്കും പങ്കുവച്ചു. സ്നേഹം, സമത്വം, സാഹോദര്യം തുടങ്ങിയ മൂല്യങ്ങൾ പങ്കുവെക്കപ്പെട്ട മതസൗഹാർദ്ദ ആഘോഷത്തിനാണ് MCRDയുടെ ക്രിസ്മസ് സാക്ഷ്യം വഹിച്ചത്. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, ജനറൽ ബോഡി അംഗങ്ങൾ തുടങ്ങിയവരെ സന്ദർശിച്ചും കുട്ടികൾ ക്രിസ്മസ് ആശംസകൾ കൈമാറി. ഡയറക്ടർ റവറന്റ് സുനിൽ മാത്യു, സെക്രട്ടറി KK ജോൺസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർത്തോമാ സഭ അടൂർ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 1 മുതൽ 5 വരെ ഈശോ മാർ തിമോത്തിയോസ് സ്പിരിച്വാലിറ്റി സെന്ററിൽ നടത്തും. 1 വൈകുന്നേരം 7 മണിക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. 2 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മദ്യവിമുക്തരുടെ യോഗം, 4:30 സീനിയർ സിറ്റിസൺ സമ്മേളനം, വൈകുന്നേരം 6:30 പൊതുയോഗം എന്നിവ ഉണ്ടാകും. 3 രാവിലെ 10 മണിക്ക് സന്നദ്ധ സുവിശേഷക സംഘം സമ്മേളനം, ഉച്ചയ്ക്ക് 3 മണിക്ക് സേവികാ സംഘം യോഗം, വൈകുന്നേരം 6:30 പൊതുയോഗം, 4 രാവിലെ 10 മണിക്ക് സൺഡേ സ്കൂൾ സമ്മേളനം, 3 യുവവേദി, 7 മണിക്ക് പൊതുയോഗം എന്നിവ നടത്തും. റവറന്റ് ഷിജു K എബ്രഹാം, ഏലിയാമ്മ തോമസ്, ബാബു പുല്ലാട്, അനിൽ K സാം, റവറന്റ് KE ഗീവർഗീസ് എന്നിവർ വിവിധ യോഗങ്ങളിൽ പ്രസംഗിക്കും. 5 ഞായർ രാവിലെ 7:30 വിശുദ്ധ കുർബാനയ്ക്ക് ഭദ്രാസനാധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനാകും. 10 റവറന്റ് മോത്തി വർക്കി പ്രസംഗിക്കും. മാർ സെറാഫീം എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകും. മാർത്തോമാ സഭ നിർണം മാരാമൺ ഭദ്രാസന കൺവെൻഷൻ ജനുവരി 9 മുതൽ 12 വരെ തിരുവല്ല സെന്റ് തോമസ് പള്ളിയിൽ നടത്തും. 9 വൈകുന്നേരം 6:30 ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. സാം ചെമ്പകത്തിൽ പ്രസംഗിക്കും. 10 രാവിലെ 10 മണിക്ക് സേവികാ സംഘം സന്നദ്ധ സുവിശേഷക സംഘം സംയുക്ത സമ്മേളനം ഡോക്ടർ യുവാക്കി മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ബാബു പുല്ലാട് പ്രസംഗിക്കും. ഉച്ചയ്ക്ക് 2:30 ഭദ്രാസന ബിസ്കിയാമോ സമ്മേളനം ചേരും. വൈകുന്നേരം 6 ചേരുന്ന പൊതുയോഗത്തിൽ യാക്കോബായ സഭ ഇടുക്കി ഭദ്രാസനാധ്യക്ഷൻ സക്രിയാസ് മാർ ഫിലിക്സിനോസ് മെത്രാപ്പൊലീത്ത പ്രസംഗിക്കും. 11 രാവിലെ 10 മണിക്ക് കുട്ടികളുടെ യോഗവും വൈകുന്നേരം 4 ഇടവക ട്രസ്റ്റിമാരുടെ യോഗവും ചേരും. വൈകുന്നേരം 6 റവറന്റ് AT സക്രിയ പ്രസംഗിക്കും. 12 രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയും 10 മണിക്ക് സമാപന യോഗവും ചേരും. റവറന്റ് എബ്രഹാം P ഉമ്മൻ പ്രസംഗിക്കും. മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകും. ഭദ്രാസന സെക്രട്ടറി റവറന്റ് മാത്യു സെ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ, കൺവീനർ ലിനോജ് ചാക്കോ, റവറന്റ് മാത്യു വർഗീസ്, റവറന്റ് KM മാത്യു എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമാ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷൻ ജനുവരി 9 മുതൽ 12 വരെ ആയൂർ മാർത്തോമാ കോളേജ് അങ്കണത്തിൽ നടത്തും. 9 വൈകുന്നേരം 6:30 ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ വെരി റവറന്റ് ശ്യാം P തോമസ് പ്രസംഗിക്കും. 10 രാവിലെ 10 മണിക്ക് സേവികാ സംഘം സന്നദ്ധ സുവിശേഷക സംഘം സംയുക്ത പൊതുയോഗം ചേരും. വെരി റവറന്റ് ശ്യാം P തോമസ് പ്രസംഗിക്കും. വൈകുന്നേരം 6:30 പൊതുയോഗത്തിൽ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരിക്കും. റവറന്റ് എബ്രഹാം P ഉമ്മൻ പ്രസംഗിക്കും. 11 രാവിലെ 10 മണിക്ക് കുട്ടികളുടെ കൺവെൻഷനിൽ റവറന്റ് അശ്വിൻ ജോയ്സും സംഘവും നേതൃത്വം നൽകും. ഉച്ചകഴിഞ്ഞ് 3 യുവവേദി യോഗത്തിൽ ജിജി തോംസൺ പ്രസംഗിക്കും. വൈകുന്നേരം 7 മണിക്ക് പൊതുയോഗത്തിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ പ്രസംഗിക്കും. 12 ഞായർ രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ നേതൃത്വം നൽകും. റവറന്റ് DS അരുൺ സന്ദേശം നൽകും.
മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിലെ വിരമിച്ച സുവിശേഷകരുടെയും കുടുംബ പെൻഷൻ സ്വീകരിക്കുന്നവരുടെയും ക്രിസ്മസ് കൂടിവരവ് കാട്ടാക്കട വയോജന മന്ദിരത്തിലും മാരാമൺ റിട്രീറ്റ് സെന്ററിലുമായി നടന്നു. സംഘം ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ, സഞ്ചാർ സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ്, കറസ്പോണ്ടന്റ് സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, സംഘം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി അച്ചൻകുഞ്ഞ്, മാത്യു ജോൺ, സെൽവരാജ്, റവറന്റ് രാജേഷ് മാത്യു, റവറന്റ് എ സജി, റവറന്റ് റോണി ഐപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്രിസ്മസിന് മതനിരപേക്ഷ അയൽക്കൂട്ടായ്മ ഒരുക്കി റാന്നി നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനമായ തപോവന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരും ജനപ്രതിനിധികളും ക്രിസ്മസ് സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രഗൻ മെത്രാപ്പോലിത്ത അധ്യക്ഷനായി. പ്രമോദ് നാരായണൻ MLA സന്ദേശം നൽകി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, പഞ്ചായത്ത് പ്രസിഡന്റ് KR പ്രകാശ്, PP മുസ്തഫ, ഷൈൻജി കുറുപ്പ്, U സുനിൽകുമാർ, റവറൻ ഡോക്ടർ കോശി മാത്യു, റവറൻ ജോസ് എബ്രഹാം, ശ്രേയ ശൈലു എന്നിവർ പ്രസംഗിച്ചു. വൈക്കം മാർത്തോമ ഇടവക ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന കേന്ദ്രമായ തപോവനിലെ കലമണ്ണിൽ അച്ഛൻ ഹാളിൽ അതിഥി തൊഴിലാളികൾക്കായി ഒരുക്കിയ ക്രിസ്മസ് സംഗമം കരുതലിന്റെ വേദിയായി മാറി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അതിരുകൾ ഭേദിച്ച് ക്രിസ്മസ് സന്തോഷം പങ്കിട്ടു. ഭദ്രാസന മിഷൻ ബോർഡിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രഗൻ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. റവറൻ കുര്യൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, മിഷൻ ബോർഡ് ചെയർമാൻ റവറൻ അലക്സാണ്ടർ തരകൻ, റവറൻ തോമസ് P കോശി, റേ ജോൺസ്, ആനി P എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികളുടെ നൃത്തച്ചുവടുകളും ഗാനങ്ങളും ഹൃദ്യ അനുഭവമായി മാറി. വൈക്കം, ഇടക്കുളം, ബദേൽ മാർത്തോമ ഇടവക ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ബിഷപ്പ് സെക്രട്ടറി റവറൻ അരുൺ തോമസ്, മിഷൻ ബോർഡ് ഭാരവാഹികളായ ലിസ മറിയം ജോർജ്, ഫ്രെഡി ഉമ്മൻ, ബിനോ അത്യാൽ, ബിഞ്ചു എബ്രഹാം, അലക്സാണ്ടർ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. അതിഥി തൊഴിലാളികൾക്കായി ക്രിസ്മസ് വിരുന്നും സമ്മാനങ്ങളും നൽകി. മാർത്തോമാ സഭ ഡൽഹി ഭദ്രാസനം ഒരുക്കിയ ക്രിസ്മസ് ആഘോഷം കേരളത്തിൽ നിന്നുള്ള MPമാരുടെ സൗഹൃദ വേദിയായി. അബ്ദുൾ സമദ് സംദാനി MP ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയുടെ സന്ദേശം റവറൻ ഡാനിയൽ തോമസ് വായിച്ചു. MPമാരായ K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, ബെന്നി ബേർനാൻ, K ഫ്രാൻസിസ് ജോർജ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, K രാധാകൃഷ്ണൻ, PV അബ്ദുൾ വഹാബ്, ജോൺ ബ്രിട്ടാസ്, ജോസ് K മാണി, V ശിവദാസൻ, ഹാരിസ് ബീരാൻ, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, മാർത്തോമാ സഭ ട്രസ്റ്റി അൻസിൽ സക്രിയ കോമാട്ട്, ധർമ്മജ്യോതി വിദ്യാപീഠം പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ എബ്രഹാം സ്കറിയ, ഭദ്രാസന സെക്രട്ടറി റവറൻ സാം എബ്രഹാം, ട്രഷറർ AJ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. മാർത്തോമാ സഭയുടെ അഭയം പദ്ധതിയിൽ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 15 വീടുകളുടെ അടിസ്ഥാന ശില തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ആശീർവദിച്ചു. മാർത്തോമാ സഭയിൽ പട്ടക്കാരനായിരുന്ന അന്തരിച്ച റവറൻ CV ജോണിന്റെ കുടുംബം ദാനമായി നൽകിയ 50 സെന്റ് ഭൂമിയിലാണ് തോട്ടക്കാട് 10 വീടുകൾ നിർമ്മിക്കുക. കീഴ്വായ്പൂർ കുരിയാശ്ശേരിൽ മറിയാമ്മ തോമസ് നൽകിയ 32 സെന്റ് ഭൂമിയിൽ 5 വീടുകൾ ഒരുക്കും. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, അഭയം കോർഡിനേറ്റർ റവറൻ VS കറിയ എന്നിവരും സന്നിഹിതരായിരുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.